إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ മനുഷ്യന്മാർ ഒരാളെ നല്ലവരെന്നും ഒരാൾ വളരെ മോശക്കാരനാണെന്നും പറയാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമാണ് അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇന്നാൾ നല്ലവനാണ്, നല്ല മനുഷ്യനാണ് എന്നൊരാളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇന്നാൾ വളരെ മോശക്കാരനാണ്, അയാളുടെ കൂടെ സഹവസിക്കുവാനോ അടുത്തേക്ക് പോകാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതിന് പ്രധാനമായ കാരണം എന്താണ്? ആ കാരണം അയാളുടെ ദുസ്വഭാവമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഖിയാമത്ത് നാളിൽ ഞാൻ എൻ്റെ കൂടെ ഏറ്റവും അടുക്കൽ ഇരിക്കുന്നത് അഹാസിനക്കും അഖ്ലാഖ, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്, നല്ല സ്വഭാവികൾ, നല്ല സ്വഭാവം വെച്ച് പുലർത്തുന്നവർ, അവരാണ് എൻ്റെ കൂടെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ അടുത്തിരിക്കുന്നവർ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ. വൈല അബഗദക്കും ഇലയ്യ വ അബദക്കും മിന്നി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞാനുമായി വിദൂരതയിലുള്ളവർ, വളരെ ദൂരമുള്ള ആൾക്കാർ, ഞാൻ ഏറ്റവും കോപിക്കുന്ന ആൾക്കാർ, എനിക്ക് തീരെ കണ്ടുകൂടാത്ത ആൾക്കാർ, അതാരാണ്? നിങ്ങളെ കൂട്ടത്തിലെ മോശ സ്വഭാവക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടിയാളങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അജ്മഅ ലനാ ഉസ്റുൽ ഖുൽഖി ഫീ കലിമ. നല്ല സ്വഭാവത്തിൻ്റെ അടിയാളങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് ശേഖരിച്ച് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തന്നാലും. അപ്പൊ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, തറക്കുൽ ഖളബ്, ദേഷ്യം, കോപം അത് ഒഴിവാക്കലാണ്. പെട്ടെന്നുണ്ടാകുന്ന കോപങ്ങൾ, ദേഷ്യങ്ങൾ അത് ഒഴിവാക്കലാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അല്ലിംനി ഷൈഅ, ഒരു കാര്യം പറഞ്ഞു തന്നാലും. പല തുക്സിർ അലയ്യ, ധാരാളം ഒന്നും അധികരിപ്പിക്കരുത്, എനിക്കതൊന്നും താങ്ങാൻ വേണ്ടി പറ്റൂല, പക്ഷെ ഒരു കാര്യം പറഞ്ഞു തരണം, അല്ലി അഴി, ഞാനത് ശ്രദ്ധിച്ചോളാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ള, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്. അപ്പൊ ഈ മനുഷ്യനെ സമാധാനമായില്ല. അയാൾ വീണ്ടും ചോദിച്ചു, ഫറദ്ദദ ദാലിക മിറാറൻ കുല്ല ദാലിക യകൂൻ, വീണ്ടും 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 ആവർത്തിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ള, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്നെ ഒന്ന് ഉപദേശിച്ചാലും.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സമാധാനമായില്ല, വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്. ഇത് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്, ഫഫക്കർതു, ഞാൻ ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഇങ്ങനെ പറയാനുണ്ടായിരുന്ന കാരണം? ഫൈസൽ ഗളബു യജ്മു ശർറ കുല്ലഹു, എല്ലാ തിന്മയും സംയോജിക്കുന്ന സമ്മേളിക്കുന്ന മഹത്തായ ഒരു സംഗതിയാണ് കോപം, ദേഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അത് തന്നെ പറയാനുണ്ടായ കാരണം എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു റാവി പറയുന്നുണ്ട്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, വിഷമാവസ്ഥയിലും സന്തോഷമായ അവസ്ഥയിലും അവർ ചെലവഴിക്കുന്നവരാണ്. കോപത്തെ ദേഷ്യത്തെ ഒതുക്കി വെക്കുന്നവരാണ്. വിശ്വാസികളെ പറ്റി പറയാം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും അവർ ചെലവഴിക്കുന്നവരാണ്. വൽകാലിമീനൽ ഗൈദ്, കോപത്തെ ദേഷ്യത്തെ അവർ ഒതുക്കി വെക്കുന്നവരാണ്. വല്ലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നാണ്. സഹോദരന്മാരെ, ഇവിടെ വിശ്വാസികളെ ലക്ഷണമായി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കോപത്തെ ഒതുക്കി വെക്കുന്നവർ. കോപം ഉണ്ടാവുകയില്ല എന്നല്ല, ദേഷ്യം ഉണ്ടാവുകയില്ല എന്നല്ല, ദേഷ്യം വരും, കോപം വരും, പക്ഷെ അതിനെ ഒതുക്കി വെക്കുന്നവർ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് അബ്ദുൽ നാസിർ സഅദി റഹിമഹുല്ലാഹ് ഈ വൽകാലിമീനൽ ഗൈർ, കോപം ഒതുക്കി വെക്കുന്നവർ എന്നതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, ഐ ഇദാ അസല ലക്കും മിൻ ഗൈരിഹിം അസിയത്തുൻ തൂജിബു ഗൈലഹും വവൽ ഇംലാഉ വവൽ ഇബ്തിലാഉ ഖുലൂബിഹിം മിനൽ ഹൻകി വൽ മൂജിബു ലിൽ ഇൻതികാമി ബിൽ ഖൗലി വൽ ഫീൽ ഹൗലാഇ ലാ യഅലമൂന ബി മുഖ്തളാത് തിബിയാഇ തിബിയാഇൽ ബശരിയ്യ. അതായത് മറ്റുള്ളവരിൽ നിന്ന് കോപം നിർബന്ധമാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉപദ്രവങ്ങൾ അവർക്ക് ബാധിച്ചാൽ ഈർഷ്യത അവരുടെ ഹൃദയത്തിൽ നിറയുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ പ്രതികാരമെടുക്കൽ അവർക്ക് നിർബന്ധമാകുകയും ചെയ്യുമെങ്കിലും അവരെന്താണ്, മനുഷ്യപ്രകൃതം തേടുന്നത് പോലെ അവർ പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് കോപമുണ്ടാക്കുന്ന ദേഷ്യമുണ്ടാക്കുന്ന തരത്തിൽ ഒരാൾ നമ്മിൽ നിന്ന് പ്രവർത്തിച്ചു, അപ്പോൾ പ്രതികാരം അല്ലെങ്കിൽ നമുക്കും കോപമുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ഈർഷ്യത നമ്മൾ നിറഞ്ഞു പൊങ്ങി. പക്ഷെ അങ്ങനെ പൊങ്ങുമെങ്കിലും അവൻ പ്രവർത്തിച്ചതുപോലെ വിശ്വാസികൾ പ്രവർത്തിക്കുകയില്ല. എന്നാൽ അവർ അവരുടെ മനസ്സിലുള്ള കോപത്തെ മൂടി വെക്കുന്നു. തിന്മ പ്രവർത്തിച്ചവരോട് അവർ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, നമുക്ക് കോപമുണ്ടാക്കുന്ന തരത്തിൽ മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ അവർ പ്രവർത്തിച്ചതുപോലെ നമ്മൾ തിരിച്ചു പറയുകയില്ല, അല്ലെങ്കിൽ അവർ പ്രതികരിച്ചതുപോലെ നമ്മിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുകയില്ല എന്നാണ്. അത് വിശ്വാസികളുടെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ചിലർ പറയും, മൂപ്പരെ കൊള്ള എടുത്തേക്കരുതേ, കാരണം എന്താ അറിയാം, ക്ഷിപ്ര ഗോപിയാണ്. പെട്ടെന്ന് റമദാനൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. റമദാൻ നോമ്പൊക്കെ നോറ്റു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുകയില്ല. എന്താണെന്നറിയോ, പെട്ടെന്ന് കോപം വരും. അത് വിശ്വാസികളുടെ ലക്ഷണമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി പറഞ്ഞു തരുന്നത്. സഹോദരന്മാരെ, കോപം മനുഷ്യനെ ഭ്രാന്തനാക്കും. പല രൂപത്തിലെ തിന്മകൾക്ക് കാരണമാകുന്ന എന്താണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ. ചിലപ്പോൾ പറയും, ഭാര്യനോട് പറയും, ഇന്ന് ഞാൻ തലാഖ് ചൊല്ലി എന്ന് പറയും. ഭർത്താവിനോട് പറയും, നിങ്ങൾ ആർക്ക് വേണ്ടേ വേണ്ട, നിങ്ങളെ ഞാൻ തലാഖാണ്, ഇനി ഞാൻ നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയും. പിന്നീട് സഹതാപം തരികയാണ്, പിന്നീട് പ്രശ്നം വരികയാണ്. ആ നിമിഷമുണ്ടാകുന്ന വിഷയങ്ങൾക്ക് കോപത്തിൽ ദേഷ്യത്തിൽ പ്രതികരിക്കുകയാണ്. ചിലർ അടിക്കുന്നു,
ചിലർ ഏതെങ്കിലും പ്രതികാരത്തിൽ കോപത്തിൽ കൊലപാതകങ്ങൾ നടത്തുന്നു, മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് കാരണമായി തീരും? പെട്ടെന്നുണ്ടാകുന്ന കോപങ്ങൾ കാരണമായി തീരുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, ഇത് സഹാബികൾ കാലം മുതലേ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അബൂ മസൂദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കലേ കുന്തു അദ്രിബു ഗുലാമൻ ലീ ബിസൗതി, ഞാൻ എൻ്റെ ചാട്ടവായർ കൊണ്ട് എൻ്റെ അടിമയെ അടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ കോപം വന്ന് അടിമയെ അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ പിറകിൽ നിന്നൊരു ശബ്ദമുണ്ട്. പക്ഷെ ആ ശബ്ദം കേൾക്കാനുള്ള ത്രാണി, കോപത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദമായിരുന്നു. ഏളം യാ അബാ മസ്ഊദ്, ഏളം 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 യാ അബാ മസ്ഊദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അബൂ മസ്ഊദോ അദ്ദേഹം ആ വിളി കേൾക്കുന്നില്ല. അപ്പൊ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഉടനെ അദ്ദേഹം ചാട്ടവാറെന്താക്കി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നല്ലാഹ അഖ്ദിറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, ഈ കുട്ടിയുണ്ടല്ലോ, ആ അടിമക്കുട്ടി, ആ കുട്ടിയുടെ മേൽ താങ്കൾക്കുള്ള ശക്തിയേക്കാൾ അള്ളാഹുവിന് താങ്കളുടെ മേൽ ശക്തിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് താങ്കളുടെ മേൽ കഴിവുണ്ട്. താങ്കൾ ഇപ്പോൾ അടിക്കുന്നുണ്ട് അയാളെ, അടിമയെ. താങ്കൾക്ക് അടിച്ച അയാൾ പ്രതികരിക്കൂല, തിരിച്ചൊന്നും പറയില്ല, അതുകൊണ്ടാണ് അടിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കഴിവ് അല്ലാഹുവിന് താങ്കളുടെ മേലുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആകെ ബേജാറായി. ഞാനൊരു അടിമയും അടിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം ആ അടിമയെ മോചിപ്പിച്ചു എന്ന. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, താങ്കൾ അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് നരകശിക്ഷയുടെ അനുഭൂതി അത് രുചിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് മഹാനായ സഹാബിയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, പെട്ടെന്നുണ്ടാകുന്ന കോപം അത് വലിയ നിമിത്തങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അൽഖമത്ത് ബിൻ ഉമായിൽ തന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കലേ ഒരു മനുഷ്യൻ, ഒരു സഹാബി മറ്റൊരാളെ ബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇങ്ങനെ വരികയുണ്ടായി എന്ന ഒരാളിങ്ങനെ കെട്ടിയിട്ട് വരികയാണ്. അപ്പൊ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അദാ ഖതല അഖി, ഈ ബന്ധിപ്പിക്കപ്പെട്ട കൊലപാതകിയുണ്ടല്ലോ, എന്റെ സഹോദരനെ വധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറഞ്ഞതൊക്കെ ശരിയാണോ? നീ ഇയാളുടെ സഹോദരനെ കൊന്നിട്ടുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കൊന്നിട്ടുണ്ട്. എന്താണ് കാരണം? പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു മരത്തിന്റെ ചില്ലകളിൽ നിന്ന് വിറക് ശേഖരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മരത്തിന്റെ ഇലകൾ ഇങ്ങനെ കൊഴിക്കുകയായിരുന്നു. അപ്പൊ മറ്റേ ആൾ എന്നെ ചീത്ത പിടിച്ചു, പകവനി എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഞാൻ എൻ്റെ കയ്യിലുള്ള വഴു കൊണ്ടെന്താക്കി അയാളുടെ തലയ്ക്ക് വെട്ടി, അയാൾക്ക് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലക മിൻ ഷൈഇൻ തുഅദ്ദിയാൻ നഫ്സിക്, ഈ എന്തെങ്കിലും മോചനം കൊടുക്കാൻ, എന്തെങ്കിലും രൂപത്തിലുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും പണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മാലുമില്ല കിസായി വഫാസി, ഈ ബാളും ഈ ഡ്രസ്സും അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? കുടുംബം നിങ്ങളെ സഹായിക്കോ? അല്ലാഹുവിന്റെ പ്രവാചകരെ, കുടുംബത്തിൽ ഞാൻ വളരെ മോശക്കാരനാണ്, അവർക്ക് അവരുടെ ഇടയിൽ എനിക്കൊരു വിളിയുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സഹാബിനോട് പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊലപാതകൻ അതുപോലെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ സഹാബി തിരിച്ചു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ മനുഷ്യ, താങ്കളുടെ പാവവും താങ്കളുടെ സഹോദരന്റെ പാവവും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബന്ധിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത്. പുറത്തു തരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ അതുപോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ആ മനുഷ്യനെ, കൊലപാതകയെ മോചിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, ഇവിടെ വന്ന സംഭവം എന്താണ്? പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കഴിയുള്ള കോടാളി കൊണ്ട് മറ്റവന്റെ തലക്ക് വെട്ടിയപ്പോൾ അയാളങ്ങ് മരിച്ചുപോയി. അപ്പൊ പെട്ടെന്നുണ്ടാകുന്ന കോപം അത് പല രൂപത്തിലും നിമിത്തമായി തീരും. അത് വിശ്വാസികളിൽ എന്താ പാടില്ല, അത് ഉണ്ടാകാൻ വേണ്ടി പാടുന്നതല്ല. സഹോദരന്മാരെ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിനിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഇന്നൊരു വ്യക്തിയുണ്ട്, അയാളുമായിട്ട് ഗുസ്തി പിടിച്ചിട്ട് തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അല്ലാഹുവിന്റെ പ്രവാചകനെ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫലാ അദുല്ലുക്കും അലാ മൻ വഅശദ്ദു മിൻ, അയാളേക്കാൾ കരുത്തനായ ഒരു സംഗതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ?
റജുലുൻ വലമഹു റജുലുൻ ഫഖലബ ഗൈലഹു ഫഗലബഹു വഗലബ ശൈത്താനുഹു വഗലബ ശൈത്താനു സാഹിബിഹി. ഒരു വ്യക്തിയെ മറ്റൊരാൾ ആക്രമിച്ചു, ഒരു വ്യക്തിയെ മറ്റൊരാൾ ആക്രമിച്ചു. എന്നാൽ ആക്രമിക്കപ്പെട്ടവൻ തന്റെ കോപത്തെ ഒതുക്കി. അങ്ങനെ അയാൾ തന്റെ കോപത്തെ തോൽപ്പിച്ചു, തന്റെ പിശാചിനെ തോൽപ്പിച്ചു, തന്റെ കൂട്ടുകാരന്റെ പിശാചിനെ തോൽപ്പിച്ചു. അങ്ങനെ കോപത്തെ ഒതുക്കുക എന്നുള്ളതാണ് ഒരു ഗുസ്തിക്കാരൻ അയാളുടെ എതിരാളിയെ അടിച്ചു വീഴ്ത്തുന്നതിനേക്കാൾ ശക്തി എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്റഹ്, ദ്വന്ദ്വയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ, ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ പിടിച്ചു നിർത്തുന്നവനാണ് ശക്തൻ. ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ പിടിച്ചു നിർത്താം. പലർക്കും അത് സാധിക്കാതെ വരാറുണ്ടായിരുന്നില്ല. താടികളിലൊക്കെ ഉണ്ടാവും, നിസ്കാരത്താമ്പൊക്കെ ഉണ്ടാവും, എല്ലാ അടിയാളങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക്. പക്ഷെ ചെറിയൊരു നിസാരമായ വിഷയങ്ങൾ അവർ തീണ്ടിയാൽ അവരുടെ പ്രതികരണം നമ്മെ അത്ഭുതപ്പെടുത്തും. കിട്ടിയതൊക്കെ അവർ പറയും, വിചാരിക്കാത്ത രൂപത്തിൽ അവർ പ്രതികരിക്കും. ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും പെട്ടെന്ന് വരികയുണ്ടാകുക. നമുക്ക് സംസാരിച്ച് വെറുതെ പോയി എന്ന് തോന്നുമാറുമാറ് ഉള്ള എതിരാളിയുടെ പ്രതികരണം കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, കോപത്തെ ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കഫ ഖലബുഹു സതറല്ലാഹു ഔറത, ഒരാൾ തന്റെ ദേഷ്യം അടക്കിയാൽ അല്ലാഹു അയാളുടെ നഗ്നത മറക്കുന്നതാണ്. വമൻ കലമ ഗൈലഹു വലൗ ശാഅ യുബ്ദിഹു അല്ലാഹ്, ഒരാൾ തന്റെ ദേഷ്യം അടക്കിയാൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ തന്റെ കോപം തീർക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. മലഅല്ലാഹു ഖൽബു യൗമൽ ഖിയാമത്തി റിളാ, അന്ത്യനാളിൽ അയാളുടെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തി കൊണ്ട് നിറക്കുന്നതാണ്. ആരുടെ നമ്മൾ അധികം ദേഷ്യം പിടിക്കുക? നമ്മുടെ കീഴിലുള്ള ആൾക്കാരോട്, ഭാര്യമാരോട് ഒന്ന് സംസാരിക്കാൻ അവർക്ക് ചാൻസ് കൊടുക്കൂല. എപ്പോൾ ഇയാൾ ദേഷ്യക്കാരനായിരിക്കും. വീട്ടിൻ്റെ ഉള്ളിൽ മക്കൾക്ക് ഉപ്പാനടുത്ത് പോകാൻ പറ്റൂല, കാരണം പെട്ടെന്ന് കോപമായിരിക്കും, ദേഷ്യമായിരിക്കും. എന്തെങ്കിലും കാര്യത്തെ ഭാര്യ സമീപിച്ചാൽ, ചില ഭാര്യമാരുണ്ട് ഭർത്താവിനൊന്നും ഓളോട് പറയാൻ വേണ്ടി പറ്റൂല. കാരണം എന്തേ? ഓളോട് തന്നെ സ്വഭാവം ഇങ്ങനെ വരും. ഇപ്പം പുറത്തോ അനിയത്തിമാരോട്, ഏട്ടന്മാരോട്, കാരണന്മാരോട്, അയൽവാസികളോട്, നാട്ടുകാരോടൊക്കെ അവർ വലിയ മാന്യന്മാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കീഴിലുള്ള ആൾക്കാർ, ഇപ്പൊ ജോലിക്കാർ, സ്ഥിരം പണിക്കാർ, അവരുടെ അടുക്കലൊക്കെ വളരെ മോശമായി പ്രവർത്തിക്കുന്ന, പെട്ടെന്നുണ്ടാകുന്ന കോപത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ആയാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതൊക്കെ വിശ്വാസികളെ സ്വാധീനിക്കേണ്ടതുണ്ട്. അത് എല്ലാ മേഖലകളിലും സ്വാധീനിക്കേണ്ടതുണ്ട് എന്ന് അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഖുർറ ഇബ്നു ഖൈസ് എന്ന് പറഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുശാവറയിലുള്ള ഉപദേശക സമിതിയിലുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അദ്ദേഹം ഖുർആൻ ഹൃദ്യസ്ഥമാക്കി എന്ന് മാത്രമല്ല, ഖുർആൻ മറ്റുള്ളവർക്ക് ഓതി കേൾപ്പിക്കാൻ നല്ല കഴിവുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർറ ഇബ്നു ഖൈസിനെ അദ്ദേഹത്തിന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തി. ഒരിക്കലും ഖുർറ ഇബ്നു ഖൈസിന്റെ അമ്മാവനായിരുന്ന ഉയൈൻ ഇബ്നു ഹസൻ അദ്ദേഹം മദീനയിലേക്ക് വന്നപ്പോൾ ഈ ഉയൈന പറഞ്ഞു, എനിക്ക് ഇബ്നു ഖത്താബുമായിട്ടൊന്ന് സംസാരിക്കണം, അമീറുൽ മുഅ്മിനീനായിട്ട് ഒന്ന് കാണണം, അതിന്റെ അവസരം നീ ഒരുക്കി തരുമോ ചോദിച്ചു. അപ്പോൾ ഖുർറ ഇബ്നു ഖൈസ് അമ്മാവനെയും കൂട്ടിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മജ്ലിസിലേക്ക് പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട ഉടനെ ഈ അമ്മാവന്റെ പ്രതികരണം എന്താണ്? യാ ഇബ്നു ഖത്താബ് വല്ലാഹി മാ തുഅതീനൽ ജസ്ം, നീ നമുക്ക് സമ്മാനം തരുന്നില്ലല്ലോ. വമാ തഹ്കുമു ബൈനനാ ബിൽ അദ്ൽ, നമുക്കിടയിൽ ഒരു നീതിയും താങ്കൾ കാണിക്കുന്നില്ലല്ലോ, ഒരു സമ്മാനം തരുന്നില്ല, ഒരു നീതിയും കാണിക്കുന്നില്ല, താങ്കൾ എന്ത് ഭരണാധികാരിയാണ് എന്നുള്ള പ്രതികരണം പ്രതീക്ഷിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല ദേഷ്യം വന്നു. അദ്ദേഹം മറ്റേ ആളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ എഴുന്നേറ്റു. അത് മനസ്സിലാക്കിയ ആര്? ഖുർറ ഇബ്നു ഖൈസ്. അപ്പൊ അദ്ദേഹം ഖുർആൻ ആയത്തോതി, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ, നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, വഇന്ന ഹാദാ മിനൽ ജാഹിലീൻ, ഇത് അവിവേകികളിൽപ്പെട്ട ആളാണ്, വിവരമില്ലാത്ത മനുഷ്യനാണ് എന്ന ആയത്തോതിയപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യവും കോപമൊക്കെ അങ്ങനെ ഒതുങ്ങിപ്പോയി എന്നാണ്. ഇബ്നു അബ്ബാസ് പറയാണ്, വകാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, ഒരു വിധത്തിലും അല്ലാഹുവിന്റെ ഗ്രന്ഥത്തോട് അനുസരണക്കേട് കാട്ടുന്നവനായിരുന്നില്ല ഉമർ എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ആയത്ത് കേൾപ്പിക്കപ്പെട്ടോ എല്ലാ ദേഷ്യവും ഒതുങ്ങിപ്പോയി.
സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തെ സംശീകരിക്കുന്ന, നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്ന ഒരു രീതി ഈ ദീൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇസ്ലാം കൊണ്ട്, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് അത് നേടിയെടുക്കേണ്ടതുണ്ട്. വെറും ആരാധന കർമ്മങ്ങൾ മാത്രമല്ല, ഏറ്റവും തന്നെ നമ്മുടെ സ്വഭാവങ്ങളെ അത് സ്വാധീനിക്കുന്നതായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ബാധിക്കുന്ന വിഷയങ്ങളിൽ. മറ്റുള്ളവർക്ക് നിങ്ങൾ പുറത്തു കൊടുത്തോ, ദേഷ്യപ്പെടണ്ട എന്നൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ സ്വന്തത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോപം പിടിച്ചു വെക്കാനുള്ള ശക്തമായ ക്ഷമ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ഖദബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തില്ല ഞാൻ 10 സിനീൻ 10 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൃത്യനായി ഞാൻ കഴിഞ്ഞു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഫമാ ഖാല ലി ഉഫിൻ വലാ ലിമാ സനഅത വലാ അല്ലാ സനഅത. ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഛേ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നീ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. താങ്കൾ എന്തിനാണ് ഇത് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്നു എന്നാ. സഹോദരന്മാരെ, ചിന്തിക്കേണ്ട വിഷയമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമാണ്. ഒരിക്കൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു വിഭാഗം ആളുകളെ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സമയത്ത്, കാരണം പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പരിഗണിച്ചു. അക്രബിന് ഇബ്നു ഹാബിസിന് 100 ഒട്ടകത്തെ നൽകി. ഉദീബിനു ബദറിനും അതുപോലെ നൽകി. ചില ആൾക്കാർക്കൊക്കെ കൂടുതൽ ഒട്ടകത്തെ നൽകി. അപ്പൊ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ വജു എന്ന് കാണിച്ചിട്ടല്ല കേട്ടോ വിതരണം. ഈ വിതരണം വല്ല ശരിയില്ല കേട്ടോ. ഇതെന്ത് വിതരണമാണ്? ചിലർക്ക് കുറെ അധികം ഒട്ടകത്തെ നൽകുന്നത് നമ്മളൊന്നും പരിഗണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു, റഹിമല്ലാഹു മൂസ, മൂസാ നബിക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. ഇതിനേക്കാളും അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു, കുറ്റാരോപണത്തിന് അദ്ദേഹം വിധേയമായി. അപ്പോഴേക്ക് അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ ബാധിക്കുന്ന കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കോപിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വന്തത്തെ ബാധിക്കുന്ന കാര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വമൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിഹി, തന്റെ വ്യക്തിപരമായ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രതികാര നടപടി എടുത്തിരുന്നില്ല. എന്നാൽ അള്ളാഹുവിനെ വല്ലവനും അനാദരിച്ചു കളഞ്ഞാലോ അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാര നടപടി എടുക്കുകയും ചെയ്യും. തന്റെ വ്യക്തിപരമായ കാര്യം അതിലൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ഒരിക്കലും കോപം പ്രകടിപ്പിച്ചില്ല, പ്രതികാര നടപടി എടുത്തില്ല, ഒരാളും ഒരു രൂപത്തിലും പെരുമാറിയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കശക്കാരനായിരുന്നു എന്നാണ്. ഒരിക്കൽ നമുക്കറിയാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ റിപ്പോർട്ടിൽ കാണാം, കുന്തു അംശി മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ബുർദുൻ നിജ്റാനി ഗലീദുൽ ഹാഷിയ, കരകട്ടിയുള്ള നെജ്റാനി ഡ്രസ്സായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നത്. അപ്പോൾ ഒരു അറാബി വന്നിട്ട് എന്താക്കി, ആ കരകട്ടിയുള്ള നെജ്റാനി ഡ്രസ്സ് ഒറ്റ വലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇവിടെയൊക്കെ പാടുകൾ ഉണ്ടായി എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അപ്പം പറഞ്ഞു, ഞാൻ ഇന്ന് ആവശ്യത്തിൽ വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് അവസരം കൊടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം പോലും ചുളിച്ചില്ല. അത്ര രൂപത്തിൽ അയാൾ പിടിച്ചു വലിച്ചത്. സഹോദരന്മാരെ, വ്യക്തിപരമായ ഒരു കാര്യത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഷ്യം, നമ്മുടെ കോപം ഒക്കെ എന്തിനാണ്? വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം വലിയ അമവി ഭരണാധികാരിയായിരുന്നു, 5ാം ഖലീഫ എന്നൊക്കെ ഖ്യാതി കേട്ട അദ്ദേഹം. ഒരു ദിവസം രാത്രിയിൽ പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു. അപ്പൊ പള്ളിയിൽ ഇന്നത്തെ പോലെയല്ല, അവിടെ ഒരാൾ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അയാളുടെ കാല് തട്ടിപ്പോയി. ആര്? ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, അപ്പൊ എന്താ നിങ്ങൾ ഭ്രാന്തരാണ്? എന്നിട്ട് കാലിങ്ങനെ അടിച്ചിട്ട് ഭ്രാന്തരാണ്? അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞില്ല, ഞാൻ ഭ്രാന്തരല്ല. അപ്പൊ അദ്ദേഹത്തിന് കാവൽക്കാരുണ്ട്, ഇയാളെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ പറയില്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്ന മാസം മജ്നൂനും, നിങ്ങൾ പിരാന്തരാണോ എന്ന് അയാൾ ചോദിച്ചു. ഞാൻ മറുപടി കൊടുത്തു, ഉപ്പക്കൊടുത്തില്ല, ഞാൻ പിരാന്തരല്ല, ഖലാസ് കഴിഞ്ഞു. അതിന്റെ പേരെ അയാൾ ഉത്തരിക്കുകയും ചെയ്യണ്ട. കണ്ട സഹോദരന്മാരെ, ഏറ്റവും സംശുദ്ധമായ സ്വഭാവം അത് എവിടുന്ന് വന്നതാണ്? അത് ദീനിൽ നിന്ന് വന്നതാണ്.
അപ്പൊ ദീൻ, ഇസ്ലാം, അള്ളാന്റെ കിതാബ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത്, അത് നമ്മുടെ സ്വഭാവത്തെ സംശീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ പ്രേരകമാകേണ്ടതുണ്ട്. അതിനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇമാം സഹബി അദ്ദേഹത്തിൻ്റെ സീറയിൽ അബ്ദുല്ലാഹിബ്നു ഔനിൻ്റെ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു ഔനിനെ പറ്റി പറയുകയാണ്, അദ്ദേഹം ഒരിക്കലും കോപിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന ബാറക്കല്ലാഹു ഫീക്ക്, താങ്കൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു മഹാനായ പണ്ഡിതൻ, ഹിജ്റ 151 വഫാത്തായ ഒരു മഹാനായ പണ്ഡിതനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരിക്കലും ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ച് അദ്ദേഹം പറയും ബാറക്കല്ലാഹു ഫീക്ക്, താങ്കൾക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ടതായിട്ട് ഇമാം സഹബി ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അച്ഛനും മറ്റൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒട്ടകം. അങ്ങനെ അത് ഒരു ഭൃത്യനോട് ആ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹിബ്നു ഔൻ ഏൽപ്പിച്ചു. ഒരു ദിവസം തിരിച്ചു വന്നപ്പോൾ അറിയുന്നത് ഭൃത്യൻ ഒട്ടകത്തിൻ്റെ മുഖത്തടിച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അബ്ദുല്ലാഹിബ്നു ഔന് നല്ല വേദനയുണ്ടായി. അപ്പോൾ ഭൃത്യനെ വിളിപ്പിച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? മുഖത്തല്ലാത്ത മറ്റേതെങ്കിലും സ്ഥലത്ത് താങ്കൾക്ക് അടിച്ചുകൂടായിരുന്നോ? താങ്കളൊരു കാര്യം ചെയ്തേക്ക്, താങ്കൾ ഇവിടുന്ന് പോയിക്കോ, ബാറക്കല്ലാഹു ഫീക് ഉഖ്രിജു അന്നി, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, താങ്കൾ ഇവിടുന്ന് മാറിക്കോ, താങ്കൾ സ്വതന്ത്രനാണ്. അഷ്ഹദു അന്നഹു ഹുർറുൻ, താങ്കൾ പോയിക്കോ, താങ്കൾ സ്വതന്ത്രനാണെന്ന്. സഹോദരന്മാരെ, ഭൃത്യനാണ്. സ്വന്തം ഒട്ടകത്തെ മുഖത്തടിച്ചപ്പോൾ ബാറക്കല്ലാഹു ഫീക്, താങ്കൾ എടുത്ത് പോയിക്കോ, ഇവിടെ ജോലിക്ക് താങ്കൾ പറ്റൂല. ചില മദ്രസകളിലും മറ്റൊക്കെ പണിയെടുക്കുന്ന ഉസ്താദുമാരുണ്ട്, ഇഫ്തിന് കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടാവും. കുട്ടികളോട് പോലും എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. കുട്ടികളുടേതായ പ്രകൃതി ഉണ്ടാവും, അവരുടേതായ സ്വഭാവം ഉണ്ടാവും, അവരുടേതായ രീതികളുണ്ടാവും. കുട്ടികൾ പോലും ക്ഷിപ്രകോപത്തിലെ പെരുമാറാം. ഇസ്ലാമിൻ്റെ സ്ഥാപനമാണ്, മദ്രസയാണ്. എന്തിനാ കുട്ടികൾ വരുന്നത്? കിതാബ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താ? കോപം, ദേഷ്യം, അടി, ചീത്ത. പിന്നെ ഈ കുട്ടികൾ എവിടുന്നാണ് അധികം പഠിക്കേണ്ടത്? എവിടുന്നാണ് നല്ല സ്വഭാവത്തിന് അവർ ഉടമ കിട്ടുക? എവിടുന്നാണ് അവർക്ക് തസ്കിയത്ത് കിട്ടുക? എവിടുന്നാണ് അവരുടെ പെരുമാറ്റ മര്യാദകൾ കിട്ടുക? എവിടുന്നാണ് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കിട്ടുക? അപ്പൊ കുട്ടികളുടെ രീതിയാണ്. കുട്ടികളെ പോലും മുഖത്തടിക്കുന്ന ആൾക്കാരുണ്ട്. അഊദു ബില്ലാഹ്, ചിന്തിക്കേണ്ട വിഷയമാണ്. സഹോദരന്മാരെ, ഒരു ഒട്ടകത്തിന്റെ മുഖത്തടിപ്പിച്ചപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള കോപം ഇല്ലാതാക്കാനുള്ള പല കാര്യങ്ങളും നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ദേഷ്യം പിടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതുപോലെ പ്രതികരിക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലിമു വയസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ പഠിക്കണം കേട്ടോ, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ എളുപ്പമുള്ളതാക്കണം, നിങ്ങൾ എളുപ്പമാക്കണം, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. നിങ്ങളിൽ ആരെങ്കിലും കോപമുണ്ടാക്കിയാൽ, ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. കോപം വന്നാൽ മിണ്ടാതിരിക്കാം. ഭർത്താവിനെ പറ്റി ഭാര്യയ്ക്ക് തോന്നണം, മൂപ്പർക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ മിണ്ടാടിക്കുന്നത്. ഭാര്യയെ കുറിച്ചിട്ട് ഭർത്താവിന് തോന്നണം, അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്നോട് എന്തോ ഒരു ഈർഷ്യതയുണ്ട്, അതുകൊണ്ടാണ് അവൾ മിണ്ടാതിരിക്കുന്നത്. പ്രതികരിക്കലല്ല, വായി തോന്നിയത് വിളിച്ചു പറയലല്ല, കിട്ടിയത് നാളെ ഇട്ടടിക്കലല്ല, മിണ്ടാതിരിക്കണം. അതാണ് നിൽക്കുന്നവൻ ഇരിക്കട്ടെ എന്ന. കോപം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ നിന്ന അവസ്ഥയിലാണ് അയാൾക്ക് കോപം വരുന്നെങ്കിൽ അയാൾ ഇരിക്കട്ടെ, എന്നിട്ടും മാറുന്നില്ലെങ്കിൽ അയാൾ കിടക്കട്ടെ എന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, കോപം വന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയട്ടെ എന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ഒച്ച കേൾക്കാൻ രണ്ടുപേരും കൂടി ശണ്ട കൂടുകയാണ്. മറ്റവനെ ചീത്ത വിളിക്കുന്നു, തിരിച്ചങ്ങനെല്ലോ പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. സഹോദരന്മാരെ, നമുക്കുണ്ടാകണം നമ്മുടെ ഭാര്യയോട്, മക്കളോട്, നമ്മുടെ അടുത്ത ആൾക്കാരോട്, ഇടപാടുകാരോട്
കോപം വരുമ്പോ ദേഷ്യം വരുമോ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, കുതർക്കം ഉപേക്ഷിക്കണം, സ്വഭാവം നന്നാക്കണം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈബുൻ ബിബൈതി ഫീ റബദിൽ ജന്നത്ത് ലിമൻ തറക്കൽ മിറാഅ ഫഇൻ കാന മുഹിക്ക. തർക്കം ഉപേക്ഷിക്കുന്നവനെ സ്വർഗത്തിന് ചുറ്റും ഒരു വീടിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, താൻ പറയുന്നത് സത്യമാണെങ്കിൽ. നമ്മൾ പറയുന്നത് സത്യമാണ്, പക്ഷെ ആ എതിരാളി നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. തർക്കിക്കേണ്ട ആവശ്യമില്ല, തർക്കം ഉപേക്ഷിക്കാം. ഞാൻ പറയുന്നത് സത്യമാണെങ്കിലും അങ്ങനെ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന് ചുറ്റും ഒരു വീടുണ്ട് എന്നത് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. താൻ പറയുന്നത് സത്യമാണെങ്കിലും താൻ പറയുന്നത് തമാശയാണെങ്കിലും കളവ് ഉപേക്ഷിക്കുന്നവനെ സ്വർഗത്തിന്റെ നടുവിൽ ഒരു വീടിനിതാ ഞാൻ സാക്ഷ്യം വയ്ക്കുന്ന. ആരാണ് അവന്റെ സ്വഭാവം നന്നാക്കുന്നത്, അവന്റെ സ്വർഗത്തിന്റെ മീതെ ഒരു വീടുണ്ട് എന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ല രീതിയിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, നമ്മുടെ അഖീദ ശരിയാക്കുക. എല്ലാവിധ വിദഗ്ധകളെ തൊട്ടും ശിർക്കിനെ തൊട്ടും വെടിഞ്ഞുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ഇഖ്ലാസോടു കൂടിയും പ്രതിഫലിച്ചോടു കൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ എന്നിവയെ തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യക്കീനോട് കൂടി ദൃഢതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ ഏവരെയും മാറ്റിത്തീർക്കണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.